ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിവിടെ ദുബായിൽ അടിപൊളിയാണ്, ക്ലൈമറ്റൊക്കെ സെറ്റാണ്, ചൂടൊക്കെ കുറഞ്ഞു. അപ്പം ഇന്ന് പറഞ്ഞപ്പോൾ ഇത് എന്താ ദിവസം എന്ന് അറിയണ്ടേ? ദിസ് ഈസ് നവംബർ 29 ആയിട്ടോ ഇന്ന്. അപ്പോൾ ക്രിസ്മസിൻ്റെ പരിപാടികളും ഓഫേഴ്സൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഷോപ്പുകളിലും എല്ലാ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ വന്നിട്ട് മോർണിംഗിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതെന്നറിയോ? വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാനിതൊരു ഒരു ഡെയിലി നോട്ട്സ് പോലെ, അല്ലെങ്കിൽ സെൽഫ്, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള റിയലൈസേഷൻ എന്തിനാണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. എന്താണ് ടോപ്പിക്സ്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊന്നും വളരെ ക്ലിയർ ആയിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഞാൻ സംസാരിക്കുകയാണ് എല്ലാവരോടും ദ റിയൽ ഫാക്ട്സ്. അതായത് നമ്മൾ എന്താ പറയുക, കുറച്ച് ക്രിഞ്ചായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പച്ചയായ സത്യങ്ങൾ എന്നൊക്കെ പറയില്ലേ. പച്ചയായ സത്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് പലർക്കും പല കാര്യങ്ങളും അറിയാം. നമ്മളുടെ ഇൻഫർമേഷൻ നോളേജ് കപ്പാസിറ്റി ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അധികമായിട്ട് കൂടിയിട്ടുണ്ട്. ഇന്ന് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ ടിപ്പിലായിരുന്നു. ഇതൊക്കെ നിങ്ങൾ 90s കിഡ്സ് എന്നോ 80s കിഡ്സ് എന്നോ പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലുള്ള 80s കിഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു 90സിലും ഈവൻ 2000സിലൊക്കെ വരെ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു കാര്യം അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പാടായിരുന്നു എന്നറിയും. ഒരു 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 കോളേജ് കാലഘട്ടത്തിൽ ഈവൻ 2010 വരെയൊക്കെ ഒരു അസൈൻമെൻറ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 100 ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യണം. അതുകൂടാതെ 100 കുറേ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യണം. ഫ്രണ്ട്സിൻ്റെ അസൈൻമെൻറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി ഉണ്ട്, ഇല്ല എന്നല്ല, ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആക്സസ് ഗൂഗിൾ മാത്രം സെർച്ച് എഞ്ചിൻ, അതിൽ തപ്പിയാലും ഹൗ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഫിംഗർ ടിപ്പ് അക്യുറേറ്റ് ആയിട്ട് എന്ത് ഡാറ്റയാണ് വേണ്ടതെന്നുണ്ടെങ്കിലും അത് നമ്മളുടെ ഫിംഗർ ടിപ്പിൽ വരും. അപ്പോൾ ഒരു കാര്യങ്ങൾ പോലും നമുക്ക് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ലെന്ന് ഈ മൊബൈൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരു സിംഗിൾ കാര്യം പോലും എനിക്ക് ഓർത്ത് വെക്കണം, മൊബൈൽ പാസ്വേഡ് പോലും ഓർത്ത് വെക്കേണ്ടാത്ത ഒരു കാലഘട്ടം ആണെന്ന് തോന്നുന്നു ഇപ്പോൾ, അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, സംടൈംസ് ഇൻ 2000s ആ സമയങ്ങളിൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മളുടെ റിലേറ്റീവ്സിൻ്റെ, അതുപോലെ തന്നെ നമ്മളുടെ ഓൾ നൈബേഴ്സിൻ്റെ, ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും നമ്പേഴ്സ് ലാൻഡ് ലൈൻ നമ്പേഴ്സാണ്. അത് നമുക്ക് കാണാതെ അറിയാമായിരുന്നു. മിനിമം ഓഫ് ഒരു 25-30 ലാൻഡ് ലൈൻ നമ്പേഴ്സ് നമ്മളുടെ മൈൻഡിലുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ആരുടെയെങ്കിലും ഉണ്ടോ? സ്വന്തം നമ്പർ പോലും ഈവൻ നമുക്ക് സംടൈംസ് ആരും ഓർക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, അല്ലേ? ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഈ ടെക്നോളജീസ് വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ടെക്നോളജിയായിട്ട് അങ്ങനെ തന്നെ നമുക്ക് നോക്കാം. നമ്മളുടെ ഈ പുതിയ പുതിയ കാറുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പുതിയ കാറുകളിൽ ഭയങ്കര ഇന്നോവേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ സെൻസേഴ്സ്, ക്യാമറ, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ കുറേ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ ഈവൻ സെൻസർ വരുന്ന സമയങ്ങളിൽ, ഈവൻ 2000 മുമ്പൊക്കെ ഉണ്ട്, പക്ഷെ ആ സമയങ്ങളിലൊക്കെയാണ് ഞാൻ ആലോചിച്ചു തുടങ്ങുന്നത്. ഈ സെൻസർ വന്നു കഴിഞ്ഞാൽ, ഈ സെൻസർ ഇല്ലാതെ നമ്മൾ കാറ് റിവേഴ്സ് ചെയ്യും, ക്യാമറ ഇല്ലാതെ കാറ് റിവേഴ്സ് ചെയ്യും, റിവേഴ്സ് ചെയ്ത് പാർക്ക് ചെയ്യും, ഈ സെൻസേഴ്സിൻ്റെ സഹായമൊന്നും ഇല്ലാതെ എല്ലാം ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, അപ്പോൾ ടെക്നോളജീസിൻ്റെ കാര്യമല്ലേ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മളുടെ ഹ്യൂമൻ എബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, കപ്പാസിറ്റീസ് നമ്മളുടെ. ഈവൻ സംടൈംസ് ക്യാമറ ഇല്ലാതെ എങ്ങനെ റിവേഴ്സ് ഇടാം, നമ്പേഴ്സ് എങ്ങനെ റിമൈൻ ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടുതലായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഈവൻ എൻ്റെ ഒരു ഡേ ടു ഡേ പരിപാടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 8:30 കഴിയുമ്പോൾ ഓഫീസിലേക്ക് വേണ്ടി നമ്മൾ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ വന്നു, ഓഫീസിൽ ഓക്കെ നമ്മൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് വർക്കാണ് ചെയ്യുന്നത്. നമുക്ക് കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ടു 1 hour ഒക്കെയാണ് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മൂവിങ് ആണ്. മൂവിങ്ങിൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കും. ഒരു 2000 സ്റ്റെപ്സ് ഒക്കെ ആയിരിക്കും മാക്സിമം നമ്മൾ നടക്കുന്നുണ്ടാവുക. മിനിമം ഒരു ഹ്യൂമൻ എന്ന നിലയിൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 സ്റ്റെപ്സ് ഒക്കെയാണെന്ന് പറയുന്നു. അപ്പോൾ അതില്ലാണ്ടായി ജീവിതത്തിൽ. പിന്നെ ആ ഒരു പരിപാടി കഴിഞ്ഞു. ആ പരിപാടി കഴിഞ്ഞ് ഒരു 7 o'clock ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തുന്നു. ഫ്രഷ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കൈയും മുഖമൊക്കെ കഴുകുന്നു. നമ്മൾ ചില സമയത്ത് നമ്മൾ കുളിക്കും. കൂടുതൽ ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈ മുഖമൊക്കെ കഴുകി നമ്മൾ ജസ്റ്റ് വീട്ടിൽ ഒരു ഹായ് ബായ് ഒക്കെ പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കുന്നു. മക്കളുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും വിശേഷം പറയുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ വി വിൽ സ്റ്റാർട്ട് സ്ക്രോളിങ് ഇറ്റ്. അതായത് ഡേ ടൈമിൽ ഞാൻ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതേപോലത്തെ പരിപാടികളെല്ലാം ഒഴിവാക്കി വെച്ചിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ഒരു ക്രേവിങ് പോലെയാണ് ശരിക്കും. ഒരു 8 മണിയാകുമ്പോഴത്തേക്കൊക്കെ വി വിൽ സ്റ്റാർട്ട് സ്ക്രോളിങ് ഇറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേരെല്ലാവരും പഠിക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും. ഈവൻ 10 o'clock. അപ്പോൾ 9 o'clock ഞങ്ങളുടെ TV ടൈമാണ് ഫാമിലിയുടെ. മോള് TV വയ്ക്കും. സാധാരണ നമ്മളെല്ലാം TV കാണാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിവിയിലേക്കുള്ള അറ്റൻഷൻ സ്പാനും നമ്മുടെ കുറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. സോ 9 to 10 TV ടൈം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ബെഡ് ടൈമാണ്. ബെഡിൽ കിടക്കുന്നുണ്ടെങ്കിലും ഉറക്കം വരില്ല, തിരിഞ്ഞും മറിഞ്ഞിങ്ങനെ കിടക്കും, എന്നിട്ട് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ പരിപാടിയിലാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണേ നമുക്കറിയില്ല, അല്ലേ? എനിവേ നമുക്ക് നോക്കാം. എനിക്കും അതിനെക്കുറിച്ച് ഭയങ്കര കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ പല ടൈമും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്താണെങ്കിലും റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും ഈവൻ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഓപ്പൺ അപ്പ് ആവുന്നുണ്ടോ? നമ്മുടെ മനസ്സ് ഓപ്പൺ അപ്പ് ആവുന്നുണ്ടോ? അപ്പോൾ എനിക്കങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണം എന്നുണ്ട്. അപ്പോൾ നാളെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്. എൻ്റെ സംസാരം എത്ര പേർക്ക് ഇഷ്ടാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുമായിരുന്നു ഓരോ ദിവസം ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പറയണത്. നമ്മളുടെ ഹ്യൂമൻ ക്യാരക്ടർ ബേസ്ഡ്, എൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഞാൻ ഒരു 10 minutes കൂടുതൽ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത് 10 minutes ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. സംടൈംസ് ഇറ്റ് മേ ഗോ ബിയോണ്ട് ദാറ്റ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. സീ യു ടുമോറോ.